ഏകദേശം 200 അടി താഴ്ചയിൽ വെള്ളത്തിലകപ്പെട്ടു പോയ ഒരു കൂട്ടം ആളുകൾക്ക് ഒരു വലിയ ടാങ്ക് കിട്ടി. അത് രക്ഷപ്പെടാനുള്ള ഒരു കവചമായി കണ്ട് കൂട്ടത്തിൽ എല്ലാവരും ആ ടാങ്കിനകത്തേക്ക് കയറ്റി. ഒരാൾ മാത്രം പുറത്തുനിന്ന് ആ ടാങ്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്തു. അകത്തുള്ള അവന്റെ കൂട്ടുകാർ അതിൽ ശക്തിയിലടിച്ച് ആ മൂടി തുറക്കാൻ പറഞ്ഞ് അവന്റെ കൂട്ടുകാരനോട് പെട്ടെന്ന് അകത്തേക്ക് കയറാൻ പറഞ്ഞു. പക്ഷേ കണ്ണു തെറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ആ മൂടി തുറക്കാൻ വിടാതെ അവരോട് അവസാനമായി യാത്ര ചോദിച്ചു. തൊട്ടടുത്ത നിമിഷം ആ ശക്തമായ മഴയിൽ മുകളിൽ നിന്നും മണ്ണിടിഞ്ഞ് അവിടേക്ക് കൂടുതൽ വെള്ളം വന്നു. ആ ടാങ്കിനകത്തുണ്ടായിരുന്ന അവരുടെ മകൻ കരഞ്ഞു തളർന്ന് ഒച്ച വെക്കാൻ പോലും ശക്തിയില്ലാതെ അച്ഛൻ അവർക്ക് വേണ്ടി ചെയ്ത ത്യാഗമോർത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവർ വിചാരിച്ചതുപോലെ വെള്ളം ഉയരുന്നതിനനുസരിച്ച് അവർ കയറിയ ആ ഒരു വലിയ ടാങ്ക് ആ താഴ്ചയിൽ നിന്നും മുകളിലേക്ക് പൊങ്ങാൻ ആരംഭിച്ചു. പക്ഷേ കുറച്ച് മുകളിലേക്ക് എത്തിയതും ആ ഒരു ടാങ്ക് കരണ്ടിന്റെ കുറച്ച് വയറുകളിൽ കുടുങ്ങി. അപകടം മനസ്സിലാക്കി അകത്തുള്ളവർ അവരുടെ ആകെയുള്ള ശക്തി ഉപയോഗിച്ച് ആ ടാങ്ക് താഴേക്ക് പുഷ് ചെയ്ത് ഒരു വിധേന കൊടുക്കഴിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ തൊട്ടടുത്ത നിമിഷം അതൊരു ഇരുമ്പിന്റെ കമ്പിയിൽ തട്ടി അതിലൊരു വലിയ ദ്വാരം വീണു. ഈ സമയം പുറത്തുനിന്നും ഒരു ശബ്ദം കേട്ട് അവർ നോക്കിയാൽ യഥാർത്ഥത്തിൽ അത് ആ പയ്യന്റെ അച്ഛനാണ്. ഇപ്പോഴും ജീവനുള്ള ഒരു വ്യക്തി പുറത്തുനിന്നും ആ ഒരു ടാങ്കിനെ ശക്തിയിൽ ചവിട്ടി ആ ഒരു കമ്പിയിൽ നിന്നും ആ ടാങ്കിനെ ഫ്രീ ആക്കി. പക്ഷേ ആ ദ്വാരം വഴി അതിനകത്തേക്ക് വെള്ളം ശക്തിയിൽ കയറാൻ ആരംഭിച്ചു. അകത്തുള്ള മുഴുവൻ ആളുകളുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൂട്ടത്തിലെ ഒരു വ്യക്തി രണ്ടും കൽപ്പിച്ച് അവന്റെ കൈ ആ ദ്വാരത്തിലേക്ക് ഇടിച്ചു കയറ്റി ആ ദ്വാരം അടച്ചു. ശേഷം പതിയെ മുകളിലേക്ക് പൊങ്ങുന്ന ആ ടാങ്കിന് നേരെ ആ പയ്യന്റെ അച്ഛൻ നീന്താൻ ശ്രമിച്ചെങ്കിലും തളർന്ന് അയാൾ താഴേക്ക് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കെ ഭാഗ്യം കൊണ്ട് അയാളുടെ കാലിൽ ഒരു വള്ളി കുടുങ്ങി. അങ്ങനെ ആ ടാങ്കിലെ വള്ളി അയാളുടെ കാലിൽ കുടുങ്ങി. അത് അയാളെയും വലിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് ഇപ്പോൾ മുകളിലേക്ക് എത്തി. രക്ഷാപ്രവർത്തകർ അവരെ സേവ് ചെയ്യുന്നു.